കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജിനും സഹഭാരവാഹികൾക്കും ജന്മനാട്ടിൽ കോൺഗ്രസിന്റെ സ്വീകരണം. ഇതിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജിനും സഹഭാരവാഹികൾക്കുമാണ് ശൂരനാട് കോൺഗ്രസ് കമ്മിറ്റി, ശൂരനാട് വടക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജന്മനാട്ടിൽ സ്വീകരണം നൽകിയത്. ഇതിന്റെ ഭാഗമായി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി പ്രവർത്തകർ അണിനിരന്ന റാലി ശൂരനാട് ഈയാനം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു. സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് ശൂരനാട് തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു. ശക്തി പ്രാപിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് എപ്പോഴൊക്കെ ഭരണത്തിൽ വന്നിട്ടുണ്ടോ? ആ ഭരണത്തിലേക്ക് വരുവാനുള്ള ചാലക ശക്തിയായി എക്കാലവും മാറിയിട്ടുള്ളത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSUമാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് ശക്തിപ്പെടുമ്പോൾ കോൺഗ്രസ് ശക്തിപ്പെടും, KSU ശക്തിപ്പെടുമ്പോൾ കോൺഗ്രസ് വിജയിക്കും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം, എന്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ, വിദ്യാർത്ഥികളായ KSUക്കാർ, എന്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. കേന്ദ്രത്തിൽ നമ്മൾ പ്രതിപക്ഷത്താണ്, കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കുവാൻ, കേരളത്തിൽ അക്രമവും അരാജകത്വവും സൃഷ്ടിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ ധിക്കാരപൂർവ്വം രാഷ്ട്രീയത്തോടുകൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഈ രണ്ട് ഭരണകൂടങ്ങളെ താഴെ ഇറക്കുവാനുള്ള അതിശക്തമായ പോരാട്ടമാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. നവകേരള സദസ്സുമായി കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും കടന്നു വന്നപ്പോൾ ആ നവസ്യ കേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, അതുപോലെ KSUവിന്റെയും മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർ, അവർ നേരിടേണ്ടി വന്ന മർദ്ദനങ്ങൾ, അവർ നേരിടേണ്ടി വന്ന അക്രമങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ശൂരനാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആർ നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കുന്നത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി KP റഷീദ് ആമുഖ പ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, PC വിഷ്ണുനാഥ് MLA, CR മഹേഷ് MLA, പ്രസന്നൻ വില്ലാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകർ പങ്കെടുത്ത ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.